വിൻസി, ഈ സിനിമ ഷൂട്ടിംഗ് എപ്പോഴായിരുന്നു എന്നൊന്ന് പറയാമോ? കാരണം വിൻസി ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അത് ഏത് സിനിമയുടെ ആയിരുന്നു, ഏത് സ്ഥലത്ത് വെച്ചായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു. വിൻസി അത് രഹസ്യമായി സൂക്ഷിക്കാൻ ഉദ്ദേശിച്ചിരുന്നാലും പക്ഷേ ആ വിവരം ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. അപ്പൊ പിന്നെ എന്തിനാണ് ഞാൻ അതിനെ പറ്റി പരാമർശിക്കുന്നത്? നിങ്ങൾക്കെല്ലാം അറിവ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീണ്ടും ഞാനായിട്ടത് പറയില്ല. അല്ല, അതല്ല വിൻസി പറയണ്ട, ഞാൻ ചോദിക്കുന്നതല്ല എത്ര സമയം മുൻപായിരുന്നു ഈ സംഭവം എന്നുള്ളതും അത് ഒന്നുകൂടി വിശദീകരിക്കുമോ? എത്ര ദിവസം വിൻസിക്ക് ആ ഷൂട്ട് ഉണ്ടായിരുന്നു? ഈ ദുരനുഭവം വെച്ചുകൊണ്ട് പറഞ്ഞു. ഞാനത് വിശദീകരിക്കില്ല. ഞാൻ ആ സിനിമയുടെ എപ്പോഴാണത് തുടങ്ങിയെന്നും എപ്പോഴാണത് അവസാനിച്ചെന്നും അത് റിലീസായ സിനിമയാണോ, റിലീസാവാൻ ഇരിക്കുന്ന സിനിമയാണോ, അതോ ഷൂട്ടിംഗ് പകുതിക്ക് വെച്ച് മുടങ്ങിപ്പോയോ ഒന്നും ഞാൻ പറയാൻ പോകുന്നില്ല. AMMA സംഘടന ഇതിലൊരു അന്വേഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിരിക്കുന്നു അൻസിബ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. അൻസിബ, താരസംഘടനയും ഇക്കാര്യത്തിൽ ഒരു നിലപാടിലേക്ക് നീങ്ങുകയാണല്ലോ. ഇപ്പോൾ വിൻസിയുടെ പരാതിയിൽ നിങ്ങൾ നടപടികൾ തുടങ്ങിയോ അൻസിബ? ഒരു വ്യക്തിയല്ല സംസാരിക്കുന്നത്. അമ്മ എന്ന് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കും. അൻസിബ പറഞ്ഞോളൂ. താരസംഘടന എന്ന് പറഞ്ഞോളൂ. എന്ന് പറഞ്ഞ സംഘടനയെ റെപ്രസെന്റ് ചെയ്തല്ല ഞാൻ സംസാരിക്കുന്നത്. ഇത്രയ്ക്കും വാശി പിടിക്കേണ്ട കാര്യമില്ല അൻസിബ. അത് നിങ്ങളൊരു നിലപാടെടുക്കുന്നത് പോലെ തന്നെ ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ആ നിലപാടിന്മേൽ അന്തിമ തീരുമാനം ഇതുവരെ വരാത്തതുകൊണ്ടാണ്. കോടതിയൊന്നുമല്ലല്ലോ, അതുകൊണ്ട് കോടതിയൊന്നുമല്ല. അൻസിബയ്ക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സംസാരിച്ചാൽ മതി. നിങ്ങളുടെ സമിതിക്ക് എന്തെങ്കിലും ആലോചനകൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീ നീതി തേടി നിങ്ങളെ എത്തുമ്പോൾ ആ നീതി തേടുന്നതിൽ നിങ്ങൾ എടുക്കുന്ന നടപടി എന്താണ് എന്ന ചോദ്യമാണ് ചോദിച്ചത്. അൻസിബ എന്ന് പറഞ്ഞ വ്യക്തിയോട് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വ്യക്തിയായിട്ട് സംസാരിക്കാൻ ഞാൻ. അൻസിബ എന്ന വ്യക്തി ഞങ്ങൾക്ക് താല്പര്യമില്ലല്ലോ. ഇപ്പോൾ ഈ സംവിധാനം ഈ സമിതിയുമായി ബന്ധപ്പെട്ടല്ലേ അൻസിബയെ വിളിച്ചത്? താല്പര്യമില്ല. അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രതിനിധിയായി ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല. ഓക്കെ, ഫൈൻ.